നമസ്കാരം. കിഴക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇസ്രായേലിൽ ജീവിക്കുന്ന സമയത്ത് വളരെ കുറച്ചാണെങ്കിലും ആളുകൾ ഇവിടെ മരണപ്പെടാറുണ്ട്, അല്ലെങ്കിൽ ഡെത്ത് ആവാറുണ്ട്. പലരും മരണപ്പെടുന്ന സമയത്ത് ആളുകൾ നമ്മളോട് വളരെ രഹസ്യമായിട്ടാണെങ്കിലും ചോദിക്കുന്നൊരു ചോദ്യമാണ്, ആ മരിച്ച ആളിന് എന്തെങ്കിലും കിട്ടുമോ അല്ലെങ്കിൽ എന്തെങ്കിലും പൈസ കിട്ടുമോ എന്ന് ചോദിക്കാറുണ്ട്. നോർമൽ ഡെത്തിൽ ചോദിക്കാറുണ്ട്. അത് അറിയാനുള്ള ഒരു ആകാംക്ഷ കൊണ്ടും അതുപോലെ തന്നെ ഈ ഒരു മേഖലയെക്കുറിച്ച് നോർമലായിട്ടുള്ള ആളുകൾക്ക് വലിയ ധാരണയില്ല. അതുകൊണ്ടും കൂടി ആയിരിക്കും അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത്. അപ്പം നമ്മളൊരു ഡെത്ത് എന്ന് പറയുന്നതിന് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യണം. ഒന്ന് നോർമൽ ഡെത്ത്, അത് ഒരാൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നു, ഏതെങ്കിലും ഒരു അസുഖം മൂലമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതിനു ശേഷം ആ ആശുപത്രിയിൽ വെച്ച് മരണപ്പെടുന്നു, അല്ലെങ്കിൽ ജോലി സ്ഥലത്തു നിന്നോ അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റിലോ എവിടെയെങ്കിലും വെച്ച് ഒരു വ്യക്തി മരണപ്പെടുന്നു. രണ്ടാമത്തത് ആക്സിഡൻ്റൽ ഡെത്ത്. അപ്പോൾ ഈ നോർമൽ ഡെത്തിൻ്റെ കേസ് നമുക്ക് ആദ്യം പരിശോധിക്കാം. നോർമലായിട്ട് ഒരാൾ നോർമൽ ഡെത്ത് ഇസ്രായേലിൽ സംഭവിക്കുകയാണെങ്കിൽ അയാൾക്ക് ഇൻഷുറൻസിൻ്റെ പരിരക്ഷ കിട്ടും. ഹോസ്പിറ്റലിൽ ചിലവ് മൊത്തം ഇൻഷുറൻസ് ആണ് വഹിക്കേണ്ടത്. അതുപോലെ തന്നെ സപ്പോസ് ഡെത്തായി പോവുകയാണെങ്കിൽ ഡെത്ത് കോമ്പൻസേഷനായിട്ട് അല്ലെങ്കിൽ ഡെത്ത് പെനാൽറ്റി ആയിട്ട് നമുക്ക് ₹1 പോലും കിട്ടില്ല. ആ ഡെത്ത് വരെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഇൻഷുറൻസ് പരിരക്ഷയിൽ വരുന്നത്. ഡെത്തിന് ശേഷം അല്ലെങ്കിൽ മരണശേഷം ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടി ബോഡി എംബാം ചെയ്യാനും റെഫ്രിജറേഷൻ ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈവൻ നമ്മുടെ ബോഡി നാട്ടിലേക്ക് കയറ്റി അയക്കുന്നത് വരെ, മരണപ്പെട്ട ആളുടെ മൃതശരീരം നാട്ടിലേക്ക് കയറ്റി അയക്കുന്നത് വരെയുള്ള കാര്യങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ പരിരക്ഷ കിട്ടുന്നതാണ്. അതിനുള്ള മൊത്തം ചിലവും ഇൻഷുറൻസ് കമ്പനിയാണ് വഹിക്കുന്നത്. ഇനി ആക്സിഡൻ്റൽ ഡെത്ത് വളരെ കുറച്ചാണെങ്കിൽ പോലും ഇവിടെ മിസൈൽ അറ്റാക്കിലോ അല്ലെങ്കിൽ റോഡ് ആക്സിഡൻറ്റിലൊക്കെ ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കെല്ലാം ആസ് പെർ ദി ഇൻഷുറൻസ് പോളിസിയുടെ എന്താണ് കോമ്പൻസേഷൻ എമൗണ്ട് വരുന്നത്, ആ എമൗണ്ട് തീർച്ചയായിട്ടും കിട്ടും. അതിൽ തന്നെ മിസൈൽ അറ്റാക്കിലൊക്കെ ആണെങ്കിൽ മരണം സംഭവിക്കുന്നതെങ്കിൽ അതിന് ലൈഫ് ടൈം സെറ്റിൽമെൻ്റ് ആണ് ഇസ്രായേൽ ഗവൺമെൻറ് കൊടുക്കുന്നത്. അതായത് അത് വരുന്നത് നാഷണൽ ഇൻഷുറൻസ് സ്കീമിൻ്റെ അണ്ടറിലാണ് വരുന്നത്. ഏതെങ്കിലും രീതിയിലുള്ള മിസൈൽ അറ്റാക്കോ അല്ലെങ്കിൽ യുദ്ധം മൂലമോ ഒക്കെ ഉണ്ടാകുന്ന ഡെത്ത് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ചിലവുകൾക്കൊക്കെ. അതല്ലാതെ വരുന്നതാണ് നമ്മൾ ആക്സിഡൻ്റൽ ഡെത്ത് റോഡിൽ വെച്ച് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു ആക്സിഡൻ്റൽ ഡെത്ത് സംഭവിക്കുകയാണെങ്കിൽ അതും ഡെത്ത് പെനാൽറ്റിക്ക് അല്ലെങ്കിൽ ഡെത്ത് കോമ്പൻസേഷനകത്ത് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നോർമലായിട്ട് വെറുതെ തമാശയ്ക്കാണെങ്കിൽ പോലും ആളുകൾ പറയാറുണ്ട്, ഇവിടെ കടന്ന് മരിച്ചാൽ മതിയായിരുന്നു, പൈസയെങ്കിലും കിട്ടുമല്ലോ എന്ന്. നോർമലായിട്ട് മരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആർക്കും പൈസയൊന്നും കിട്ടത്തില്ല. അത് പൊതുവേ ഉള്ളൊരു തെറ്റിദ്ധാരണയാണ്. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റ് പറയുന്ന സമയത്ത് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. പലപ്പോഴും ഞാനിപ്പോൾ ഇസ്രായേലിൽ വന്നിട്ട് ഈ കുറഞ്ഞ ഇത്രയും വർഷത്തിനിടയ്ക്ക് ഒരുപാട് പേര് മരണപ്പെട്ട സമയത്ത് അവരുടെയൊക്കെ ബോഡി നാട്ടിലേക്ക് കയറ്റി വിടാനൊക്കെ ആയിട്ട് ഒരുപാട് സഹായങ്ങൾ എനിക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ പലരും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ ചർച്ച ചെയ്ത സമയത്ത് പറഞ്ഞൊരു കാര്യമാണ്, ഇങ്ങനെയുള്ളതും ആളുകളുടെ ആവശ്യമില്ല, ഇങ്ങനെയൊന്നും ആളുകൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു മരണം ഇവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ സിസ്റ്റമാറ്റിക്കായിട്ട് അതിൻ്റെ കാര്യങ്ങൾ ചെയ്തോളുമെന്ന്. തീർച്ചയായിട്ടും അതിന് കേപ്പബിളായിട്ടുള്ളൊരു രാജ്യമാണ് ഇസ്രായേൽ. ഇസ്രായേലിലുള്ള ഇന്ത്യൻ എംബസിയും അതിന് കേപ്പബിളായിട്ടുള്ളൊരു ഇന്ത്യൻ എംബസി സംവിധാനമാണ്. പക്ഷെ നമുക്ക് ഔട്ട്സൈഡേഴ്സിന് അല്ലെങ്കിൽ ആരാണോ മരണപ്പെട്ട അയാളുടെ സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ അയാളുടെ സഹപ്രവർത്തകർക്കൊക്കെ കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് ചെയ്യാനായിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നോർമലി നമ്മൾ ഇസ്രായേലിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കുറേ ഡോക്യുമെൻറ്റേഷൻ പ്രോസസ്സുകളൊക്കെ ഉണ്ടല്ലോ, അഫിഡവിറ്റ് ചെയ്യാനും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടല്ലോ. അതുപോലെ തന്നെ ഒരു വ്യക്തി ഇവിടെ മരണപ്പെടുകയാണെങ്കിൽ ഈ സെയിം പ്രൊസീജിയർ തന്നെ നമ്മൾ നാട്ടിലേക്ക് അയാളുടെ ആരാണോ ബന്ധപ്പെട്ട അവിടെ ഉത്തരവാദിത്തമുള്ള ആരാണോ അയാൾക്ക് കുറച്ച് ഡോക്യുമെൻറ്റുകളൊക്കെ അയച്ചു കൊടുത്ത് അഫിഡവിറ്റുകളൊക്കെ ചെയ്യിപ്പിച്ച് അവിടുന്ന് നോട്ടറിയെ കൊണ്ട് അത് അറ്റസ്റ്റ് ചെയ്യിപ്പിച്ച് ഇവിടെ ഇന്ത്യൻ എംബസിയിൽ നമ്മൾ അയാളുടെ പാസ്പോർട്ട്, നിലവിലുള്ള പാസ്പോർട്ട് അടക്കം സറണ്ടർ ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഡെത്ത് സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ ഹോസ്പിറ്റൽ സമ്മറീസൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് ഇന്ത്യൻ എംബസിയിൽ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം ഇന്ത്യൻ എംബസി ചെയ്യില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചെയ്യും. പക്ഷേ ഒരു എംബസി സംവിധാനത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോഴത്തേക്ക് കുറച്ച് സമയമെടുക്കാൻ സാധ്യതയുണ്ട്. കാര്യം എംബസിയുടെ എല്ലാ ഡേറ്റുകളും സ്കെഡ്യൂളുകളാണ് ഓൾറെഡി. നമുക്കറിയാമല്ലോ, നമ്മൾ ഇന്ത്യൻ എംബസിയിൽ ഒരു കാര്യത്തിന് പോകുമ്പോൾ പോലും നമുക്ക് സ്കെഡ്യൂൾഡ് അപ്പോയിൻമെൻറ്റാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം അതുപോലെ തന്നെ അവർ ബിസി സ്കെഡ്യൂളിൽ വർക്ക് ചെയ്യുന്ന ആളുകളായതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ അവർ അഡീഷണലായിട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് സമയം എടുക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ പുറത്ത് ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ പുറത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഡോക്യുമെൻ്റൽ പ്രോസസ്സുകളൊക്കെ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ പാസ്പോർട്ട് എംബസി കൊണ്ട് കൊടുക്കാനായാലും ഹോസ്പിറ്റലിൽ നമുക്ക് പോയി ഡയറക്റ്റ് ഡെത്ത് സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്ത് എംബസിയിൽ എത്തിക്കാൻ പറ്റും. നാട്ടിലവരുടെ ബന്ധുക്കൾ ആരൊക്കെയാണോ അവർ ഡയറക്റ്റ് ഫോൺ ചെയ്ത് ഈ അഫിഡവിറ്റ് ഫോർമാറ്റുകളൊക്കെ ഇടിയിപ്പിച്ച്, ഇപ്പം നോർമലിയൊക്കെ ഞങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അന്ന് തന്നെ വൈകുന്നേരം 5 മണിക്ക് എംബസി അടയ്ക്കുന്നതിന് മുന്നേ തന്നെ ഈ പ്രൊസീജിയറുകളെല്ലാം ഫോളോ അപ്പ് ചെയ്ത് ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യിപ്പിച്ച് ആ ഡോക്യുമെൻറ്റുകൾ അവിടുന്ന് മെയിൽ ചെയ്യിപ്പിച്ച് എംബസി കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യും, അല്ലെങ്കിൽ എംബസിയിലേക്ക് അയച്ചു കൊടുക്കും. ഇത് നമ്മൾ ഒരു ദിവസം കൊണ്ട് തന്നെ ചെയ്യുമ്പോഴത്തേക്കും നമുക്കറിയാമല്ലോ, ആകെപ്പാടെ നമുക്ക് 5 വർക്കിംഗ് ഡേയ്സാണ് ഒരു വീക്കിൽ കിട്ടുന്നുള്ളൂ. ബാക്കി വെള്ളിയും ശനിയും അവധിയാണ്. അപ്പം ഈ 5 വർക്കിംഗ് ഡേയ്സിനകത്ത് തന്നെ ഈ പ്രൊസീജിയറെല്ലാം ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ
മാക്സിമം വൺ വീക്ക് കൊണ്ടൊക്കെ നമുക്ക് ഇവിടുന്ന് മൃതശരീരം നാട്ടിലേക്ക് കയറ്റി വിടാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഇത് പറയുന്ന സമയത്ത് പലരും പറയാറുണ്ട് ഇതിൻ്റെ ആവശ്യമില്ല, ഇങ്ങനെയൊന്നും ആളുകൾ ചെയ്യേണ്ട ആവശ്യമില്ലെന്ന്. ആളുകൾ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വേണ്ടപ്പെട്ടവരാണ്, നമ്മുടെ സുഹൃത്തുക്കളാണ്. എല്ലാവരും ഇവിടെ വന്നിട്ടുള്ള അല്ലെങ്കിൽ മലയാളികളോ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ സഹപ്രവർത്തകരോ വേണം അയാളുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഫാസ്റ്റായിട്ട് ഈ പ്രോസസ്സ് കഴിഞ്ഞ് ബന്ധുക്കൾക്ക് മൃതശരീരം വിട്ടുകിട്ടാനായിട്ട് എത്രയും പെട്ടെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇപ്പോൾ ഈ അഭിപ്രായം പറയുന്നവർ ഇതൊന്നുമായിട്ട് യാതൊരു ബന്ധമുള്ളവരോ ഇതൊന്നും ഒരിക്കൽ പോലും ചെയ്ത് നോക്കിയിട്ടുള്ളവരോ ഇത് ചെയ്തിട്ടുള്ളവരോട് ജസ്റ്റ് ഒന്ന് ഫോൺ ചെയ്ത് ചോദിച്ചു, ഇപ്പോൾ എന്നോട് അടക്കം ആരോടൊന്ന് ജസ്റ്റ് ഫോൺ ചെയ്ത് ചോദിച്ചാൽ പോലും നമ്മൾ പറഞ്ഞു കൊടുക്കും പ്രൊസീജിയർ എന്താണെന്നോ അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന്. അഭിപ്രായം പറയുന്നവർക്ക് വളരെ എളുപ്പമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അഭിപ്രായം പറയാം. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എളുപ്പമുള്ള കാര്യമല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ്. നാട്ടിൽ നിന്ന് അവരുടെ ബന്ധുക്കളോ ഇവിടെയുള്ള സുഹൃത്തുക്കളോ പറയുമ്പോൾ നമ്മൾ പറയുകയാണ് നമ്മളത് ചെയ്തോളാം, മാക്സിമം ഫാസ്റ്റായിട്ട് ഇത് ചെയ്ത് കൊടുത്തോളാം എന്ന് പറയുമ്പോൾ ആ മൊമെൻറ്റ് തൊട്ട് പിന്നെ നമ്മളിലേക്കാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. ഞാനിത് അനുഭവിച്ചിട്ടുള്ളതുകൊണ്ടാണ് പറയുന്നത്. നാട്ടിലിരിക്കുന്ന ബന്ധുക്കളൊക്കെ വിളിച്ചു ചോദിച്ചുകൊണ്ടിരിക്കും നിരന്തരം എന്തായി കാര്യം. അവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ, അവർ ഒരാളാണ് മരണപ്പെട്ടിട്ടുള്ളത്. സോ ആ ബോഡി എത്രയും പെട്ടെന്ന് വിട്ട് കിട്ടുക എന്നത് അവരുടെ ആവശ്യമാണ്. അപ്പം പലപ്പോഴും നമുക്കിത് ആദ്യം 1-2 ഡേറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇവർ തന്നെ ചോദിക്കും നമ്മളോട് എന്തുകൊണ്ടാണ് ഡിലേ വരുന്നത്, അല്ലെങ്കിൽ അവർക്ക് ഈ പ്രൊസീജിയറുകൾ അറിയാത്തത് കൊണ്ടൊക്കെയാണ്. അപ്പം ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. പുറത്തു നിന്ന് അഭിപ്രായം പറയുന്നത് പോലെയല്ല, കുറച്ച് പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. കാര്യം എന്ന് വെച്ചാൽ അങ്ങനെയുള്ളവരോട് നമുക്ക് ദേഷ്യപ്പെടാനോ ഒന്നും പറ്റത്തില്ല. അണ്ടർ പ്രഷറിലാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ പോലും നമുക്ക് വളരെ സാവധാനത്തിൽ അവരെ പറഞ്ഞ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഇതിനകത്തുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ നമ്മളെ ഇപ്പോൾ ഇന്ത്യൻ എംബസിക്കും മിനിസ്ട്രി ഓഫ് ഇൻറ്റീരിയർ അല്ലെങ്കിൽ പിബയ്ക്കും ഒക്കെ ഇടയിൽ വർക്ക് ചെയ്യുന്ന ഏജൻസികളുണ്ട്. അവരുമായിട്ട് നമ്മൾ കോർഡിനേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇപ്പം മരണപ്പെട്ടതിന് ശേഷം നമ്മളിവിടെ പൊതുദർശനം അറേഞ്ച് ചെയ്യാറുണ്ട്, എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ, സുഹൃത്തുക്കൾക്കൊക്കെ കാണാവുന്ന രീതിയിൽ. അതിൻ്റെ ടൈമുകൾ സ്കെഡ്യൂൾ ചെയ്യണം. ആ കമ്പനിയായിട്ട് റെഫ്രിജറേഷൻ കമ്പനിയായിട്ട് വിളിച്ച് ചോദിച്ച് അവർക്ക് എപ്പോഴാണോ ആപ്റ്റായിട്ടുള്ള ടൈമിംഗ് എപ്പോഴാണോ ആ ടൈമിംഗ് നമുക്ക് എടുത്ത് ആ ടൈമിങ്ങിന് തന്നെ എല്ലാവരെയും അവിടെ എത്തിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ക്രമീകരിക്കണം. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യാറുണ്ട്. അപ്പോൾ പുറത്തുനിന്ന് പണ്ട് പറയത്തില്ലേ നമ്മൾ ഈ ഗാലറിയിലിരുന്ന് കളി കാണുന്ന പോലെ എളുപ്പമല്ല കളിക്കളത്തിലിറങ്ങി കളിക്കാനായിട്ട്. കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. ഇങ്ങനൊരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ്. നന്ദി, നമസ്കാരം. ഇസ്രായേൽ സംബന്ധമായ ഏതൊരു കാര്യത്തിനും നിങ്ങൾക്ക് ഏത് സമയത്തും ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചാനലിലെ വീഡിയോസും ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്